ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. MES അസ്മാബി കോളേജിൽ നിന്നും വിരമിക്കുന്ന പ്രിൻസിപ്പൽ ഡോക്ടർ A. ബിജുവിന് യാത്രയയപ്പ് നൽകി. ദീർഘകാലം MES അസ്മാബി കോളേജ് പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിച്ച് MES അസ്മാബി കോളേജിന്റെ നാളിതുവരെയുള്ള സമഗ്ര വികസനത്തിന് ചുക്കാൻ പിടിച്ച ഈ മാസം സേവനത്തിൽ നിന്നും വിരമിക്കുന്ന കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ A. ബിജുവിന് സ്റ്റാഫ് ക്ലബിന്റെയും അധ്യാപക രക്ഷാകർതൃ സമിതിയുടെയും നേതൃത്വത്തിലാണ് യാത്രയയപ്പ് നൽകിയത്. കേരളത്തിലെ എയ്ഡഡ് കോളേജുകളിൽ കൂടുതൽ കാലം പ്രിൻസിപ്പളായിരുന്ന അധ്യാപകൻ, എയ്ഡഡ് കോളേജ് പ്രിൻസിപ്പൽ കൗൺസിലിന്റെ പ്രസിഡന്റ്, കാലിക്കറ്റ് മഹാത്മാഗാന്ധി സർവകലാശാലകളിൽ റിസർച്ച് ഗൈഡ്, നാക്കിന്റെ വിലയിരുത്തൽ സമിതി അംഗം, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വിദഗ്ധ സമിതി അംഗം, കാലിക്കറ്റ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റികളിൽ ബോർഡ് ഓഫീസ് സ്റ്റഡീസ് അംഗം, വിവിധ അന്താരാഷ്ട്ര റിസർച്ച് ജേണലുകളുടെ എഡിറ്റോറിയൽ ബോർഡ് മെമ്പർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അക്കാദമിക് സ്റ്റാഫ് കോളേജ് ഉപദേശക സമിതി അംഗം എന്നിങ്ങനെ വിവിധ അക്കാദമിക് സമിതികളിൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. നാനോ ടെക്നോളജി മേഖലയിൽ രാജ്യത്തെ അറിയപ്പെടുന്ന വിദഗ്ധനാണ്. വിവിധ ജേണലുകളിൽ 60ഓളം ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിക്കുകയും സെമിനാറുകളിൽ റിസർച്ച് പേപ്പറുകൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അക്കാദമിക് രംഗത്തും സാമൂഹിക പ്രവർത്തന രംഗത്തും ഒട്ടേറെ സംഭാവനകൾ നൽകിയ ഡോക്ടർ A. ബിജുവിന് നൽകിയ യാത്രയയപ്പ് സമ്മേളനത്തിൽ വിവിധ കോളേജുകളിലെ പ്രിൻസിപ്പാൾമാർ, അദ്ദേഹത്തോടൊപ്പം വിവിധ കാലഘട്ടത്തിൽ ജോലി ചെയ്തിട്ടുള്ള അധ്യാപകർ, അനധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, അസ്മാബി കോളേജ് അധ്യാപക അനധ്യാപക ജീവനക്കാർ, വിദ്യാർത്ഥികൾ, MES ഭാരവാഹികൾ, PTA അലുമിനി ഭാരവാഹികൾ തുടങ്ങി സമൂഹത്തിന്റെ നാനാതുറകളിൽ സേവനം അനുഷ്ഠിക്കുന്നവർ സംബന്ധിച്ചു. കയ്പമംഗലം MLA E.T. ടൈസൺ മാസ്റ്റർ യോഗം ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കുന്ന ഏകദേശം 15 വർഷക്കാലം തുടർച്ചയായി പ്രിൻസിപ്പൽ പദവിയിൽ ഇരിക്കുന്നവരാണ് ഡോക്ടർ ബിജു. ഇനി അതൊരു ഭാഗ്യമാണോ അല്ലെങ്കിൽ ചുമതലയിൽ വലിയൊരു നിർവഹിക്കാൻ ഈ അവസരം യഥാർത്ഥത്തിൽ ഇതിനെ തുടർച്ച ഒരാൾക്കും ഉണ്ടാകാൻ പോകുന്നു. അല്ലെങ്കിൽ പിന്നീട് 5 വർഷം കൂടുതൽ ഒരു 10 വർഷക്കാലത്തേക്ക് പ്രിൻസിപ്പലാകാൻ കഴിയുകയുള്ളൂ എയ്ഡഡ് കോളേജ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു കോളേജിലെ മേലധ്യാപികളിൽ മാത്രം നമുക്ക് നിക്ഷിപ്തമായ നമ്മുടെ അധികാരങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്തുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. നമ്മുടെ അസ്മാബി കോളേജിൽ ആദ്യം ഒരിക്കൽ പ്രിൻസിപ്പലുമായി ബന്ധപ്പെട്ട പിന്നീട് അദ്ദേഹം തിരിച്ചു വരികയാണ്. നമുക്ക് ഈ കോളേജിന്റെ അന്തരീക്ഷം നന്നായി വളരെ ഗൗരവമായി അദ്ദേഹം ഒരു കാര്യത്തിൽ പഠിക്കുകയും അതനുസരിച്ചുള്ള പരിപാടികൾ തയ്യാറാക്കുകയും ചെയ്ത ഒരു പ്രിൻസിപ്പലാണ്. മാത്രമല്ല യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ സ്ഥാപിക്കപ്പെട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം രക്തസംരക്ഷകനാണ്. നിരവധിയായിട്ടുള്ള എണ്ണമറ്റ നല്ല UGC അംഗീകാരമുള്ള ജേണലിൽ അദ്ദേഹത്തിന്റെ ലേഖനം പലപ്പോഴും തരാം. ഇതിനോട് നിരവധിയായിട്ടുള്ള അത്തരം ഈ ഗൗരവപ്പെട്ട വർത്തമാനം പറയുന്നത് MG യൂണിവേഴ്സിറ്റിയിലായാലും അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലായാലും അതുപോലെ ഇന്റർനാഷണൽ നിലവാരത്തിൽ സംഘടിപ്പിക്കുന്ന സെമിനാറുകളിലാണെങ്കിലും ഒക്കെ ഡോക്ടർ ബിജുവിന്റെ ഒരു സാന്നിധ്യം ഏകമാവാം, അല്ലെങ്കിൽ പങ്കാളിത്തപ്പെടാവാം, ചിലപ്പോൾ പക്ഷേ യൂണിവേഴ്സിറ്റിയെ ഏൽപ്പിക്കപ്പെടുന്ന ഫാക്ടറി പല നിലവാരമാണ്. അദ്ദേഹത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. MES തൃശൂർ ജില്ലാ പ്രസിഡന്റ് VM ഷൈൻ മുഖ്യപ്രഭാഷണം നടത്തി. MES സംസ്ഥാന ജനറൽ സെക്രട്ടറി KK കുഞ്ഞുമൊയ്തീൻ മുഖ്യാതിഥിയായിരുന്നു. കോളേജ് മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ ആസ്പിൻ അഷഫ്, സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടന്റ് അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത്, ട്രഷറർ മുഷ്താഖ് മൊയ്തീൻ, സലീം മറക്കൽ, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ്, സ്റ്റാഫ് ക്ലബ് സെക്രട്ടറി ഡോക്ടർ സനസി സദാനന്ദ്, അധ്യാപക രക്ഷാകർതൃ സമിതി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സഗീർ, ഡോക്ടർ KP സുമേധൻ തുടങ്ങിയവർ സംസാരിച്ചു.